നമസ്കാരം. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു പുതിയൊരു വീടിൻ്റെ പണിത്തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഒരു 6-7 മാസം കൊണ്ട് ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് വീട് ഹൗസ് വാമിങ് കഴിഞ്ഞു. അപ്പോൾ പഴയ കൂടുകളെല്ലാം മാറ്റി ഇപ്പം പുതിയ കൂടുകളും പുതിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി വീണ്ടും പഴയ പരിപാടികൾ തന്നെ വീണ്ടും വളരെ സജീവമായിട്ട് തന്നെ തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ചെറിയൊരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പണിത്തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് പുതിയ വീഡിയോകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പഴയ കോഴിക്കൂടുകളും എല്ലാം മാറ്റി കോഴികളെല്ലാം വിറ്റു. ഇപ്പം പുതുതായിട്ട് കുറച്ച് കോഴിയൊക്കെ വാങ്ങി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ചെറിയൊരു കൂടൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ കൂടുകളൊക്കെ പണിഞ്ഞ് ഇപ്പോൾ സെറ്റായി വരികയാണ്. ഒരു 10x10 ഒരു ചെറിയ കൂട് പണിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് ക്രോയിലറിൻ്റെ കുഞ്ഞുങ്ങളെ ഡേ ഓൾഡ് ചിക്സിനെ കിട്ടിയായിരുന്നു. ഇതാണ് ഡേ ഓൾഡ്, കുറച്ച് ചിക്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ ക്രോയിലറിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ എടുത്ത് വളർത്തുന്നതാണ് പ്രോഫിറ്റ് തോന്നിയുകൊണ്ടാണ് കുറച്ച് ക്രോയിലറിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ വളർത്തുന്നത്. ഇപ്പോൾ ആണ് ഒരു 10 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. വേറ്റകളൊക്കെ ഒരു 2 മാസം കഴിഞ്ഞ് ഒരു 65-70 ദിവസമായിട്ടുള്ള ക്രോയിലറുകളാണ്. ഇത് നേരത്തെ തന്നെ പേരൻറ് സ്റ്റോക്ക് കടന്ന് മുട്ട വിരിയിച്ച് തന്നെ ഇറക്കിയതാണ് ഈ ക്രോയിലറിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ. ഇനി അതിൻ്റെ പുറത്തുണ്ട്. ഫുള്ള് 10x10. ഈ ഒരു ഷെഡ് അടിച്ച മൊത്തം ടോട്ടൽ കോസ്റ്റ് 25 രൂപയായി. ഒന്നുക്കൊന്ന് മെഷ് വെച്ചിട്ടാണ് ചെയ്തത്. കാരണം നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വീടിന് മുകളിൽ ഇത് കണക്കുള്ള നെറ്റ് വെച്ചിട്ട് മറച്ചിട്ടാണ് അന്ന് കോഴികളെ വളർത്തിയത്. ഇപ്പം വീടൊക്കെ മാറി പുതിയ വീട് വന്നപ്പോൾ ശേഷം തറയിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ്, കാര്യങ്ങൾ, നഷ്ടങ്ങൾ, ലാഭം ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു പുതിയ ഗേജ് ചെയ്തതാണ്. ഒന്നുക്കൊന്ന് മെഷ് വെച്ചിട്ട് ഇരുമ്പ് മെഷ് വെച്ച്. അപ്പം 10 അടി നീളം ഉണ്ട്. 10x10 അല്ല, 10x12 ഉണ്ട്. 10x12. അപ്പോൾ അത് സേഫ്റ്റി ആയിട്ട് നമുക്ക് പട്ടിയെയും കീരിയൊന്നും പേടിക്കാതെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കാം. അപ്പം അങ്ങനെ ഒരു പുതിയൊരു പരിപാടിയായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കും വീടിൻ്റെയൊക്കെ വർക്കൊക്കെ നടന്നുകൊണ്ടാണ് ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം അത്യാവശ്യം നല്ലൊരു വ്യൂവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പം ഓരോരോ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ചെയ്തത്. കുറച്ചൊരു ഓപ്പൺ പ്ലേസിൽ ഇവിടെ ഒരു ഓപ്പൺ പ്ലേസിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ പകൽ സമയത്ത് തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വെച്ചിട്ട് കുറച്ച് ഓപ്പൺ പ്ലേസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. മഴവെള്ളം വീഴത്തക്ക രീതിയിലും പോച്ച കളിക്കത്തക്ക രീതിയിലൊക്കെ കുറച്ച് ഓപ്പൺ പ്ലേസിൽ ചെയ്തിട്ടുണ്ട്. പുതിയ ഐറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോകൾ ചെയ്യുന്നതാണ്. മസ്കവി ഉണ്ട്, അതുപോലെ തന്നെ വാത്ത, പിന്നെ മുട്ടക്കോഴി വേറെ 1-2 ഇനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ താമസിക്കാതെ ഞാൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.